ആസിഫ് അലിയെ നായകനാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ സിനിമയാണ് രേഖാചിത്രം. തിയേറ്ററുകളിലെത്തി 3 ദിവസം പിന്നിടുമ്പോൾ വമ്പൻ കളക്ഷനുമായി ചിത്രം കയ്യടി നേടുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ചിത്രത്തിന്റെ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷനുമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമ ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ചിത്രമായ രേഖാചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് നിലവിൽ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. റിലീസ് ചെയ്ത ഓരോ ദിവസത്തിനു ശേഷവും എക്സ്ട്രാ ഷോയുമായി ചിത്രം മുന്നേറുമ്പോൾ ആഗോള കളക്ഷനിലും ചിത്രം വമ്പൻ നേട്ടം തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. തിയേറ്ററുകളിലെത്തി 3 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ചിത്രത്തിന് നെറ്റ് കളക്ഷൻ 7.32 കോടി രൂപ കടന്നതായാണ് പ്രമുഖ ട്രാക്കർമാരായ സാക്നൽക്ക് നൽകുന്ന റിപ്പോർട്ട്. വിദേശ ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ ലഭിക്കുന്നുണ്ട്. ചിത്രം ഇതിനോടകം തന്നെ 5.25 കോടി രൂപയാണ് വിദേശ ബോക്സ് ഓഫീസുകളിൽ നിന്നും നേടിയിരിക്കുന്നത്. അങ്ങനെ ആഗോളതലത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ രേഖാചിത്രം 10 കോടി കടന്നതായാണ് സാക്നൽക്ക് നൽകുന്ന റിപ്പോർട്ട്. മിസ്റ്ററി ത്രില്ലർ ജേണറിൽ കഥ പറയുന്ന ചിത്രമാണ് രേഖാചിത്രം. ആസിഫ് അലിയുടെയും അനശ്വര രാജിന്റെയും മികച്ച പ്രകടനങ്ങളാണ് സിനിമയുടെ ഹൈലൈറ്റ്. ഇതിനോടൊപ്പം തന്നെ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ജേണർ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പല പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ട്. കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം ആസിഫ് അലിയുടെ മറ്റൊരു വിജയമാണ് രേഖാചിത്രമെന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. ബുക്ക് മൈ ഷോ ബുക്കിംഗിൽ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഇന്നലെ ശനിയാഴ്ച രേഖപ്പെടുത്തിയത്. ഇന്നലെ മാത്രം ചിത്രത്തിന് 130ലധികം ലേറ്റ് നൈറ്റ് ഷോസും ഉണ്ടായിരുന്നു. ഇന്നലത്തെ ബുക്കിംഗിനേക്കാൾ ഏകദേശം 10% കൂടുതലാണ് ഇന്നത്തെ ഞായറാഴ്ചത്തെ ബുക്കിംഗിൽ ഇതുവരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സിനിമ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ സിനിമ ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.